അനുഗ്രഹം കൊണ്ട് ആമിത് തങ്ങൾ ചെയ്യുന്ന ആമിത് തങ്ങൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർ പരിഹസിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് പരിഹസിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ തങ്ങളെ നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഒരിക്കലും അല്ല. കാരണം എന്താണ്, തങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. വിമർശിക്കേണ്ടടുത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും തങ്ങളെടുത്ത് പോയിക്കോ തങ്ങളെടുത്ത് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ചെയ്ത നല്ല കാര്യം അത് പറയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്ത് യത്തീമക്കളെ സംരക്ഷിക്കുന്നു. മൂപ്പർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് യത്തീമക്കൾക്ക് മാസാമാസം തോറും പൈസ കൊടുക്കുന്നു. ഇത് ആരാ കൊടുക്കുന്നത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ തങ്ങളെ വിശേഷമൊക്കെ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സുഖം തന്നെയാണ്. എന്താ ഇപ്പം ചുമരിലൊക്കെ കുറേ ഖുർആൻ വചനങ്ങളൊക്കെ എഴുതി ഇപ്പം ബോർഡിൽ എഴുതൽ നടത്തി. എന്താ ഇപ്പം സംഭവിച്ചത്? ഞങ്ങളെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാറുണ്ട്. അതിൽ കുറേ ബോർഡിൽ എഴുതിയ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വചനങ്ങൾ, ഈ മഹത്തായ കലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2-3 ആൾക്ക് ഞാൻ എഴുതി കൊടുത്തു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 1-2 ഞാനിവിടെ എഴുതിയിട്ട് ചുമരിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ബോർഡിൽ എഴുതാനുള്ള കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് ഖൽബിലേക്ക് വരണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റസിലും മറ്റുള്ളതൊക്കെ കാണിക്കുന്നതും. സ്റ്റാറ്റസിലൂടെ ഞാനൊരു എഴുത്തുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയൊന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവസാനം നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ചെല്ലാനുള്ള ദിക്റാണ്. പലരും ദിക്ർ ചെല്ലുന്നുണ്ട്, എന്നാൽ അത് നാവിൽ മാത്രമല്ല കണ്ണിലും വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞവർക്ക് രണ്ടാക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള 2-3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ കലാമായ ദിക്റിലെ രാജാവ് എന്നാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയെ പറ്റി പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നതും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും നിങ്ങൾക്കറിയാലോ, എൻ്റെ യാത്രയിലും ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതെല്ലാവരുടെ കൽബിലേക്കും എത്തിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചവർ എൻ്റെ സ്റ്റാറ്റസ് കണ്ട് 2 ആൾ ചോദിച്ചു, 2 ആൾക്ക് ഞാൻ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ 2-3 പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ചെയ്യും. അതിനൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഓരോരോ തയ്യാറെടുപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് ഒരു മാസത്തോളമായിട്ട് ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഇതുമായിട്ട് മുമ്പോട്ട് പോകാനല്ല. ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പരിപാടി ആഗ്രഹിക്കുന്നതും അതിലൊരു ലാഭവിഹിതം വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത 3-4-5 ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും, അതോടൊപ്പം ഒരു കച്ചവടമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് കുറച്ച് സാമ്പത്തിക സ്ഥിതിയും കൂടെ ആവശ്യമുണ്ട്. അള്ളാഹു അതിനുള്ള വഴി എന്തെങ്കിലും അള്ളാഹു കാട്ടി ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക്. നമ്മളെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അത് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചു. എന്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ വന്നാലും വീഡിയോ എടുക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം നിങ്ങളിൽ ഉണ്ടാവും. നിങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. ഞാനായിട്ട് നല്ല ബന്ധം തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ബന്ധമില്ലാത്തതൊന്നും നോക്കണ്ട. എനിക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് തങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതിന് എന്നും നന്ദി ഉണ്ടായിരിക്കും. പിന്നെ ചിലർ കരുതുന്നത് ഞാൻ മൂപ്പരെ എതിർത്തിട്ട് വീഡിയോ ചെയ്തു, അങ്ങനെ അവസാനം ഒരു വീഡിയോ ചെയ്തത് തങ്ങളെ എതിർത്തിട്ടാണ് എന്നൊക്കെ കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിരുന്നു. അവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ആരെയും എതിർത്ത് വീഡിയോ ചെയ്തിട്ടില്ല. തങ്ങളെ എതിർത്തിട്ടോ വീഡിയോ ചെയ്തു. തങ്ങളെ അല്ല എതിർക്കേണ്ടത്. സത്യത്തിൽ എതിർക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ വലിയ വമ്പന്മാർ ഉണ്ട്. അത് ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാമോ. പിന്നെ എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യാത്രയിലും മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ, ഉസ്താദുമാരും മറ്റുള്ളവരൊക്കെ എൻ്റെ യാത്ര പിന്നെ മക്ക മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് നടന്ന യാത്രയിൽ തടയാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളടക്കം ഇല്ലേ? നിങ്ങളടക്കം എന്നെ അജ്മീറെത്തിയപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അന്നും ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു, ഒന്നിക്കെൻ്റെ മയ്യത്ത് അല്ലെങ്കിൽ മക്ക മദീനയിലെത്തുക, അല്ലേ? നിങ്ങൾ വിഷമിക്കണം. അപ്പോൾ ഹാമിദ് തങ്ങൾ ചെയ്യുന്നതിനോട് ഹാമിദ് തങ്ങൾ ചെയ്യുന്നത് ശരിയും തെറ്റും നിർവചിക്കാൻ ഞാനാളല്ല, അത് അള്ളാഹുവാണ്. പക്ഷേ ഹാമിദ് തങ്ങൾക്ക് ഒരു നല്ല പ്രവൃത്തി, ഒരുപാട് നല്ല പ്രവൃത്തി ഹാമിദ് തങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഹാമിദ് തങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹാമിദ് തങ്ങളെക്കാളും ഒരുപാട് അറിവും വിവരവും ഒക്കെ ഉള്ള ആളുകൾ, ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാമിദ് തങ്ങളൊക്കെ അതിലൊക്കെ ഒരു നിസ്സാരക്കാരനായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം
ഹാമിദ് തങ്ങൾക്ക് അറിവില്ല എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ വൈകുന്നേരം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ സലാത്തായിട്ടും ദിക്റായിട്ടും അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മജ്ലിസ് നടത്തുന്നു. ആ മജ്ലിസിന്റെ അടിയിലൊക്കെ അവർ നമ്പർ കൊടുക്കും. ഉസ്താദിനെ ബന്ധപ്പെടേണ്ട നമ്പർ, ഉസ്താദിന് ചികിത്സക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സക്ക് വേണ്ടി വിളിക്കേണ്ടവർ, അതല്ലെങ്കിൽ നിങ്ങൾ റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യൂ. ഇപ്പൊ പല വിവാദങ്ങൾ നടക്കുന്നവരെ വീഡിയോന്റെ അടിയിലും അവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹാമിദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട്. അല്ല, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതില് ഒരു ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളുടെ അറിവിൽ? എന്റെ അറിവിൽ ഞാൻ രണ്ട് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒന്ന് അറിവിൻ നിലാവ് ഉസ്താദ്, ഒരുപാട് യതീം മക്കളെ മറ്റുള്ളൊക്കെ സംരക്ഷിക്കുന്നതായിട്ടൊക്കെ വീഡിയോ കണ്ടിരുന്നു. പിന്നെ പക്ഷെ ഇതില് സഹായിക്കുന്ന ആള് ഹാമിദ് തങ്ങളെ പോലത്തെ ആൾക്കാർ വളരെ ചുരുക്കേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇന്ന് ഈ യൂട്യൂബിൽ കാണുന്ന മഹത്വം കാണുന്ന പലരുടെയും മുഖം നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ. അത് ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ വ്യക്തികളെയും സഹായിക്കുന്ന ഒരുവിധം വ്യക്തികളൊക്കെ യൂട്യൂബിൽ കാണാൻ നല്ല മഹത്വമായിരിക്കും, നല്ല കാര്യമായിരിക്കും. പക്ഷെ നേരിട്ട് അവരെ വിളിക്കുകയും ചെല്ലുകയും ചെയ്താൽ, അത് ഒറ്റക്ക് പോയാൽ അവരുടെ ശരിയായ മുഖവും ശരിയായ രൂപവും ശരിയായ സംസാര രീതി അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ 10 ആളെ കൂട്ടി പോയി കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവും. അല്ലാതെ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം അള്ളാഹുവിനോട് ഭക്തിയും അള്ളാഹിന്റെ റസൂലിനോട് ഭക്തിയും ബഹുമാനവും കാണിക്കുന്ന പല വ്യക്തികളും കപടമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആത്മാർത്ഥമായിട്ടുള്ള ഇന്ന് യൂട്യൂബിൽ പല ഉമ്മമാരും പല സഹോദരിമാരും വഞ്ചിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്ന് യൂട്യൂബിലും മറ്റുള്ളതിൽ സോഷ്യൽ മീഡിയയിലൂടെ പല അറിവുകൾ പകർന്നു തരേണ്ടവർ തന്നെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളോ അവരെ സംസാരങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അറിയാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ നേരിട്ടൊന്ന് ബന്ധപ്പെടുമ്പോഴേ ഇവരെ ശരിയാ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരെയും വിമർശിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. ഒരുവിധം വെള്ളവേഷം ധരിച്ച പലരും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. അതിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ തിരിച്ചങ്ങോട്ടും കൊടുക്കുന്നുള്ളൂ. അതിൽ പെട്ട തന്നെയാണ് തങ്ങളും അറിവിൻ നിലാവ് ഉസ്താദ്, ഇങ്ങനത്തെവരൊക്കെ 1-2 ആളുകൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട്. ബാക്കി ഞാൻ ഒരാൾ സഹായിക്കുന്ന മറ്റുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ ഈ തങ്ങളെ നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഒരിക്കലും അല്ല. കാരണം എന്താ പറയുക, തങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. വിമർശിക്കേണ്ടടുത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും തങ്ങളടുത്ത് പോയിക്കോ തങ്ങളടുത്ത് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ചെയ്ത നല്ല കാര്യം അത് പറയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്ത് യതീം മക്കളെ സംരക്ഷിക്കുന്നു. മൂപ്പർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് യതീം മക്കൾക്ക് മാസാമാസം തോറും പൈസ കൊടുക്കുന്നു. ഇത് ആരാ കൊടുക്കുന്നത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് ദുനിയാവിൽ നടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹാമിദ് തങ്ങൾ ചെയ്യുന്ന ഹാമിദ് തങ്ങൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർ പരിഹസിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് പരിഹസിക്കുന്നവർ. പരിഹസിക്കാൻ യോഗ്യത വേണ്ടേ? ആ യോഗ്യത ഇല്ലാത്ത പലതും മൂടി വെച്ചിട്ട് മൂപ്പര തലയിൽ കയറുന്നതെന്ന് ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ.